വചനം 11. വാക്കർത്ഥം. ദർനി, എന്നെ വിട്ടേക്കുക. വമൻ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരുവനെയും. വഹീദ, ഏകനായിക്കൊണ്ട്. ذرني ومن خلقت وحيدا എന്നെയും ഞാൻ ഏകനായി സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരുവനെയും അങ്ങ് വിട്ടേക്കുക. അഥവാ അവൻ്റെ കാര്യം ഞാൻ ഏറ്റുകൊള്ളാം. വചനം 12. വാക്കർത്ഥം. വജഅൽതു, ഞാൻ ആക്കിക്കൊടുക്കുകയും ചെയ്തു, ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ലഹു, അവന്. മാലൻ, ധനം, സ്വത്ത്. മംദൂദ, അയച്ചു കൊടുക്കപ്പെട്ടതായ അഥവാ നീട്ടിയിട്ടു കൊടുക്കപ്പെട്ടതായ. وجعلت له مالا ممدودا അവന് ധാരാളമായി അയച്ചിട്ടു കൊടുക്കപ്പെട്ട ധനവും ഞാൻ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. വചനം 13. വാക്കർത്ഥം. വബനീന, പുത്രന്മാരെയും. ഷുഹൂദ, സന്നദ്ധരായ. തയ്യാറുള്ള, യോഗ്യരായ. وبنين شهودا സന്നദ്ധരായ കുറേ പുത്രന്മാരെയും കൊടുത്തിരിക്കുന്നു. വചനം 14. വാക്കർത്ഥം. വമഹത്തു, ഞാൻ സൗകര്യപ്പെടുത്തി, ശരിപ്പെടുത്തി. ലഹു, അവന്. തംഹീദ, ഒരു സൗകര്യപ്പെടുത്തൽ. ومهدت له تمهيدا ഞാൻ അവന് ഒരു നല്ല സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 15. വാക്കർത്ഥം. സുമ്മ യത്മഉ, പിന്നെയും അവൻ മോഹിക്കുന്നു. അൻ അസീദ, ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ, കൊടുക്കുമെന്ന്. ثم يطمع أن أزيد പിന്നെയും ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ അവൻ മോഹിച്ചുകൊണ്ടുമിരിക്കുന്നു. വചനം 16. വാക്കർത്ഥം. ഖല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്നഹു കാന, നിശ്ചയം അവനായിരിക്കുന്നു. ലി ആയാത്തിന, നമ്മുടെ ആയത്തുകളോട്. അനീദൻ, ധിക്കാരി, മത്സരക്കാരൻ. كلا إنه كان لآياتنا عنيدا വേണ്ട, അവൻ നമ്മുടെ ആയത്തുകളോട് ധിക്കാരക്കാരനായിരിക്കുന്നു. വചനം 17. വാക്കർത്ഥം. സഉർഹിഖുഹു, വഴിയെ ഞാനവനെ നിർബന്ധിക്കും, പ്രേരിപ്പിക്കും. സ്വഊദ, കയറ്റം കേറാൻ, ചുരം കേറാൻ, ഞെരുക്കത്തിന്. سأرهقه صعودا ഞാൻ അവനെ കയറ്റം കയറുവാൻ അഥവാ ഞെരുക്കം അനുഭവിക്കുവാൻ വഴിയെ നിർബന്ധിക്കുന്നതാണ്. വചനം 11 മുതൽ 17 വരെയുള്ളതിൻ്റെ വിശദീകരണം. അല്ലാഹു പറയുന്നു, മറ്റാരുടെയും പങ്കോ സഹായമോ കൂടാതെ ഞാൻ ഒറ്റയ്ക്കു തന്നെ അവനെ സൃഷ്ടിച്ചുണ്ടാക്കി. ധാരാളക്കണക്കിൽ സമ്പൽ സമൃദ്ധിയും നൽകി. എന്തിനും സന്നദ്ധരും യോഗ്യരുമായ കുറേ പുത്രന്മാരെയും നൽകി. എന്നുവേണ്ട വിവിധ തരത്തിലുള്ള ക്ഷേമ ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും കൈവരുമാറുള്ള സുഖസൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് പിന്നെയും അവൻ എന്നിൽ നിന്ന് കൂടുതൽ വർദ്ധമാനം മോഹിച്ചും പ്രതീക്ഷിച്ചും കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയായിട്ടും അവൻ അതിന് നന്ദിയും കൂറും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളുടെ നേരെ ധിക്കാരവും മാത്സര്യവുമാണ് സ്വീകരിക്കുന്നത്. വേണ്ട, അതവന് നല്ലതിനല്ല. ആ വ്യാമോഹങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കട്ടെ. അവനെ നാം വെറുതെ വിടുമെന്ന് അവൻ കരുതേണ്ട. അധികം താമസിയാതെ അസഹ്യമായ ശിക്ഷയാകുന്ന വൻ ചുരത്തിൽ അവനെ നാം
നിർബന്ധിച്ചു കയറ്റുക തന്നെ ചെയ്യും എന്ന് സാരം. ഈ വചനങ്ങൾ അവതരിച്ചത് വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിലാണെന്ന് മുകളിൽ നാം കണ്ടുവല്ലോ. എന്നാൽ ഇവയിലടങ്ങിയ ആക്ഷേപങ്ങളും താക്കീതുകളും അവന് മാത്രം ബാധകമാകുന്നതല്ല. ഏതെങ്കിലും വചനങ്ങളുടെ അവതരണ ഹേതു ഒരു പ്രത്യേക വ്യക്തിയോ പ്രത്യേക സംഭവമോ ആയിക്കൊള്ളട്ടെ, അതിലെ ആശയവും വിധിയും പൊതുവിൽ ബാധകമായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. അല്ലാഹു നൽകിയ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയും അതിന് നന്ദി കാണിക്കുന്നതിനു പകരം അവനെയും അവൻ്റെ സന്ദേശങ്ങളെയും ധിക്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏതു വമ്പന്മാർക്കും ബാധകമത്രേ ഈ വചനങ്ങളിലെ താക്കീത്. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം വലീദിൻ്റെ ധനത്തിലും മക്കളിലും അധപ്പതനം നേരിട്ടുകൊണ്ടാണ് അവൻ മൃതിയടഞ്ഞതെന്ന് മുഖാത്തിൽ റഹിമഹുല്ല പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ജനാനുകൂല്യവും നേതൃസ്ഥാനവും നിലനിർത്തുവാൻ വേണ്ടി അവൻ ചെയ്ത കൃത്രിമമായ അഭിനയങ്ങളെ താഴെ വചനങ്ങളിൽ അല്ലാഹു വമ്പിച്ച അമർഷത്തോടുകൂടി തുറന്നുകാട്ടുന്നു.